പ്രൈസ് ദി ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ഏപ്രിൽ മാസം 28-ാം തീയതി ഞായറാഴ്ച. ഈ മാസത്തിന്റെ 4ാമത്തെയും അവസാനത്തെയും വിശുദ്ധ ദിനത്തിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നാം ഏവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ബലപ്പെട്ട് ദൈവകൃപ അനുഭവിപ്പാൻ ഈ ദിനം നമുക്കേവർക്കും സ്വർഗത്തിലെ ദൈവം അവസരമൊരുക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് 118-ാം സങ്കീർത്തനം 15-ാം വാക്യം. സാംസ് 118 വേഴ്സ് 15 നാം ഇപ്രകാരം വായിക്കുന്നു: ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. ഒരു ദൈവ പൈതലിന്റെ ഭവനത്തിൽ എന്താണ് ഉള്ളത് എന്ന് ഈ സങ്കീർത്തനം നമ്മെ വ്യക്തമാക്കുന്നു. 118-ാം സങ്കീർത്തനം അനേക കാര്യങ്ങളാൽ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നതും നമ്മെ പല ജീവിതത്തിന്റെ സന്ദർഭങ്ങളിൽ ബലപ്പെടുത്തി നിർത്തുന്നതുമാണ്. അതിൻ്റെ ഓരോ വാക്യങ്ങളും നമുക്കേറെ പ്രിയമുള്ളത് തന്നെയാണ്. ഇന്നത്തെ വാഗ്ദത്ത വചനമായ 15-ാം വാക്യം പറയാണ്: നീതിമാന്റെ കൂടാരത്തിൽ ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷമുണ്ട്. അതെ, ഒരു ദൈവ പൈതലിന്റെ, ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ഭവനത്തിൽ കോടികളുടെ ആസ്തി ഉണ്ടെന്നല്ല പറഞ്ഞത്. അതെ, വലിയ സമ്പത്തും ഇന്ന് ലോകം കണക്കിടുന്ന ലോകത്തിന്റെ വിലയുള്ളതൊന്നുമല്ല ഒരു ദൈവ പൈതലിന്റെ ഭവനത്തിലുള്ളത്. പിന്നെ എന്താണ്? ലോകം എത്ര വിലയിട്ടാലും, എത്ര കോടി കൊടുത്താലും, ഏതെല്ലാം വലിയ വലിയ മാർക്കറ്റുകളിലോ ഷോപ്പിംഗ് മാളുകളിലോ ആമസോണിലോ ഒന്നും ഒരു വിധത്തിലും ഓർഡർ ചെയ്താൽ കിട്ടാത്ത ദിവ്യമാകുന്ന സമാധാനം, സന്തോഷം, ഉല്ലാസം, ആനന്ദം ഒരു ദൈവ പൈതലിന്റെ ഭവനത്തിനുണ്ട്. പ്രിയ ദൈവജനമേ, കോടികൾ മുടക്കി ഇന്ന് ഭവനം പണിയുന്നത് ഒരു പുതിയ കാര്യം അല്ലാതെയായി. പക്ഷേ കോടികൾ മുടക്കിയ ഭവനത്തിൽ 1 രൂപയുടെ സമാധാനമില്ല, സന്തോഷമില്ല. ലക്ഷങ്ങൾ മുടക്കിയ ആധുനിക സജ്ജീകരണങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന അനേക കിടക്കകൾ ഇന്ന് വലിയ മുന്തിയ ഭവനങ്ങളിൽ ഉണ്ട്. പക്ഷേ ആ കിടക്കയിൽ കിടന്നുറങ്ങണമെങ്കിൽ സ്ലീപ്പിംഗ് പിൽസ് ആവശ്യമായി വന്നിരിക്കുന്നു. മുന്തിയനും സോഫയും അനേക പുതിയ പുതിയ സെറ്റിംഗ്സുമായി ലിവിംഗ് റൂമും സിറ്റിംഗ് റൂമും എന്ന് വേണ്ട പുതിയ പുതിയ പേരുകളിൽ അറിയപ്പെടുന്ന ഇന്റീരിയേഴ്സ് ചെയ്ത എല്ലാം ഇന്ന് സുലഭമാണ്, ലഭ്യമാണ്. പക്ഷേ ആ ഭവനത്തിൽ ഒന്ന് ചിരിച്ചിട്ട് നാളുകളായി, ഒന്ന് സന്തോഷിച്ചിട്ട് നാളുകളായി, പരസ്പരം സംസാരിച്ചിട്ട് ദിവസങ്ങളായി. എന്നാൽ ഈ പറയപ്പെട്ട ഒന്നും തന്നെ ഇല്ലാത്ത, പ്രത്യേകിച്ച് എടുത്തു പറയുവാൻ സാമ്പത്തികമായോ ലോകപരമായോ ഒന്നുമില്ലാത്ത ഒരു പ്രാർത്ഥിക്കുന്ന വിശ്വാസിയുടെ ഭവനത്തിൽ നിത്യമായ സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, സുഖനിദ്രയുണ്ട്, ചിരിയുണ്ട്. ഉള്ളത് കൂട്ടി സമാധാനത്തോടെ ഭക്ഷണം കഴിച്ച് സ്വസ്ഥമായി വിശ്രമിക്കുന്നുണ്ട്. ഇന്ന് ഈ വിശുദ്ധ ദിനം അതിരാവിലെ വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഈ 2 കൂട്ടത്തിൽ നാം ഇതിൽ ഏതിൽ പെടും? അവരവർ ചിന്തിക്കണം. അതെ, നല്ല വീടും
ചുറ്റുപാടും ദൈവം തന്നതാണ്, തീർച്ചയായും നല്ല കാര്യം. പക്ഷെ അവിടെ ഈ ഭവനവും ചുറ്റുപാടും മാത്രമേ ഉള്ളൂ? ദൈവത്തിന് അവിടെ സ്ഥാനമുണ്ടോ? ദൈവിക സമാധാനം അവിടെ ഉണ്ടോ? കലഹം അവിടെയാണോ വാഴുന്നത്? കുഞ്ഞുങ്ങളുമായി സംസാരിച്ചിട്ട്, ഒന്നിച്ച് ഭക്ഷണം കഴിച്ചിട്ട്, ഒന്നിച്ച് പ്രാർത്ഥിച്ചിട്ട് നാളുകൾ എത്രയായി? ചിന്തിക്കണം. അതെ, ഒരു ദൈവവൈതലിന്റെ ഭവനത്തിൽ സമാധാനവും ഉല്ലാസവും സന്തോഷവുമുണ്ട്. ഈ വിശുദ്ധ ദിനം രാവിലെ അവരവരോട് തന്നെ ചോദിച്ച് ഉത്തരം കണ്ടെത്തുക. ഞാൻ ഒരു ദൈവ പൈതലാണെങ്കിൽ എനിക്ക് വേണ്ട ക്വാളിറ്റി ഇവയാണ്. ഇവയില്ലാത്തിടത്തോളം കാലം നിങ്ങൾ എത്ര ധനാഢ്യനാണെങ്കിലും, സമൂഹത്തിൽ എത്ര ഉന്നതനാണെങ്കിലും, ഏതെല്ലാം ബിസിനസ് സംരംഭങ്ങളും ഉന്നത സ്ഥാനീയരും സഭാതലത്തിലും പൊതുതലങ്ങളിലും സമ്മതനാണെങ്കിലും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഇല്ല എങ്കിൽ നിങ്ങൾ ഒന്നുമല്ല, ആരുമല്ല. ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ ഭവനത്തിനകത്തെ സമാധാനവും ഒത്തൊരുമയും സന്തോഷവുമാണ്. അതെ, അങ്ങനെയുള്ള ഭവനങ്ങളിലാണ് യഹോവയുടെ കൈ വീര്യം പ്രവർത്തിക്കും. നമുക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് വേണ്ടി ലോകത്തിൽ ആരുമില്ല പ്രവർത്തിക്കുവാൻ. പക്ഷേ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ മതിയായ ദൈവമാണ്. ഈ വിശുദ്ധ ദിനം രാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, മാതാപിതാക്കളെ, നമ്മുടെ ജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. നമ്മുടെ ചെറിയ ഭവനങ്ങൾ ദൈവിക സമൃദ്ധിയാൽ നിറയപ്പെടട്ടെ. ദൈവത്തിന്റെ ഉയരത്തിലെ ദിവ്യ സമാധാനത്താൽ സന്തോഷത്താൽ ചുറ്റപ്പെടട്ടെ. നമ്മുടെ ഭവനത്തിൽ വരുന്നവർ ഈ ദൈവത്തെ തിരിച്ചറിയട്ടെ, സന്തോഷം അനുഭവിക്കട്ടെ. അങ്ങനെ അനേകർ യേശുവിനെ അറിയുവാൻ ഇടയായിത്തീരട്ടെ. ഈ ദിനം ഈ ജീവജലം ശ്രവിക്കുന്ന ഏവർക്കും ഈ നിലകളിൽ അനുഗ്രഹമേറിയ ഒരു ജീവിതം ഉയരത്തിലെ ദൈവം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അങ്ങനെ ദൈവത്തോട് ചേർന്ന് ദൈവകൃപ പ്രാപിച്ച് ഈ ലോകപ്രകാരം മറ്റുള്ളവർ നോക്കുമ്പോൾ എന്തെല്ലാം നമുക്കില്ല എങ്കിലും ദൈവമുണ്ട് എങ്കിൽ എല്ലാം നമുക്കുണ്ട്. നമുക്ക് വേണ്ടത് സമാധാനവും സന്തോഷവുമാണ്. അത് നമുക്കുണ്ടോ? നിങ്ങളാണ് പ്രിയമുള്ളവരെ ഈ ലോകത്തിലെ മില്യനെയർ, ബില്യനെയർ. കോടികൾ ബാങ്കിലോ സേഫ് ലോക്കറുകളിലോ പ്രോപ്പർട്ടി ആയിട്ടോ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ടും വളരെ ദരിദ്രരായി ഈ വലിയ ഭവനത്തിൽ കഴിയുന്നതിനേക്കാൾ ഇവയൊന്നുമില്ലാതെ ധനാഢ്യരെ പോലെ ഉള്ളത് കൂട്ടി സന്തോഷത്തോടെ നിങ്ങളുടെ കൊച്ചു ഭവനത്തിൽ നിങ്ങൾക്ക് വിശ്രമിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, അന്യോന്യം ആശയ സംവേദനം ചെയ്യുവാൻ കഴിയുന്നുണ്ടോ? നിങ്ങളാണ് നിങ്ങളുടെ പ്രദേശത്തിലെ ഏറ്റവും വലിയ ധനികർ. അതെ, ആ നിലയിൽ നമ്മുടെ ജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഇന്ന് പകൽ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഓരോരുത്തരെയും ഒരുക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം. ഈ മാസത്തിന്റെ അവസാനത്തെ വിശുദ്ധ ദിനത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിച്ചതിനായി സ്തുതിക്കുന്നു. ഞങ്ങൾ ഇന്നത്തെ ദിനം അങ്ങേ ആരാധിച്ച് ബലപ്പെടുവാൻ, ആത്മാവിലും സത്യത്തിലും അങ്ങേ ആരാധിച്ച് ദൈവകൃപ അനുഭവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. നീക്ക് നൽകിയ വചനത്തിനായി സ്തോത്രമപ്പ. ഞങ്ങളുടെ ഭവനങ്ങൾ ലോകപ്രകാരം ഉള്ളത് കൊണ്ട് നിറയുവാനല്ല, ലോകപ്രകാരം നോക്കുമ്പോൾ എല്ലാം ഉണ്ട് എന്ന് പറയുവാനുമല്ല, വചനത്താൽ നോക്കുമ്പോൾ സ്വർഗീയ സമാധാനവും സന്തോഷവും ഉല്ലാസവുമുള്ള ഭവനങ്ങളായി തീരുവാൻ അപ്പ ഞങ്ങളെ സഹായിക്കണം. ഇന്നത്തെ ദിനം അനുഗ്രഹത്തിന് ദിനമാക്കണം. ഈ വചനം കേൾക്കുന്ന ഏവരെയും കർത്താവ് അനുഗ്രഹിച്ച് അങ്ങയുടെ കൃപയാൽ നയിക്കണമെന്ന്
യേശു മശിഹ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഭവനങ്ങൾ ദൈവിക സമാധാനത്താലും ദൈവിക സാന്നിധ്യത്താലും സന്തോഷത്താലും നിറയട്ടെ. ഈ ലോകപ്രകാരം എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവരെ പോലെ കഴിയുന്ന സാഹചര്യങ്ങളിൽ ലോകപ്രകാരം നോക്കുമ്പോൾ അവരെ പോലെയൊന്നും നമുക്ക് ഏതും ഇല്ല എങ്കിലും അവരെക്കാളൊക്കെ ഉപരിയായി സ്വർഗീയ സമാധാനത്താൽ ഓരോ ദിനവും മുൻപോട്ട് പോകുവാൻ തമ്പുരാൻ നമ്മളെ ഇടയാക്കുന്നുണ്ടെങ്കിൽ നാം ആണ് ഭാഗ്യവാന്മാർ. ആ ഭാഗ്യപദവിയിൽ കർത്താവിനോട് ചേർന്ന് ജീവിപ്പാൻ ഇന്നത്തെ ദിനം ജീവജലത്തിന്റെ എല്ലാ ശ്രോതാക്കളെയും സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. കർത്താവിന്റെ കൃപയും സമാധാനവും നിങ്ങളേവരോടും കൂടെ ഇരിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.